ഹായ്, വെൽക്കം ടു കലവറ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സാഫ്രോൺ മിൽക്ക് കേക്ക്. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് മൈദ 1 കപ്പ്, 3 മുട്ട, 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഓയിൽ. ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ എടുത്താൽ മതി. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ. പിന്നെ ഇത് കൂടാതെ സാഫ്രോൺ കുങ്കുമപ്പൂ അത് 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 1/4 കപ്പ് പാലൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. സാഫ്രോൺ കലക്കി വയ്ക്കാം. നല്ല ചൂട് പാലാണ്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. കേക്ക് ഉണ്ടാക്കാനുള്ള ഡിഷൊന്ന് റെഡിയാക്കി വയ്ക്കാം. ഓയിൽ ബ്രഷ് ചെയ്യണം. അല്പം മാവ്, എല്ലായിടവും ഇങ്ങനെ പിടിക്കണം. എക്സസ് മാവ് തട്ടിക്കളയണം. ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് ഇതിൻ്റെ പാത്രത്തിനുള്ളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ അടിയിൽ ബട്ടർ പേപ്പർ ഇടും. ഇതിപ്പോൾ ഇടുന്നില്ല. അതിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടും ഒരേ എഫക്റ്റ് തന്നെയാണ്. ആദ്യം നമുക്ക് പഞ്ചസാരയും മുട്ടയും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പഞ്ചസാര മിക്സിയിൽ അടിച്ച് പൊടിക്കാതെയാണ് ഡയറക്റ്റായിട്ട് അത് ചേർക്കുക ചെയ്തത്. അവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് സാഫ്രോണും പാലും കൂടെ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം. മെൽറ്റ് ചെയ്ത ബട്ടർ 1/2 കപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്. മുട്ടയും പഞ്ചസാരയും കൂടെ ചേർത്ത് അടിക്കുന്ന സമയത്ത് അടിക്കേണ്ടായിരുന്നു. ഞാൻ വിട്ടുപോയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണേ. ഇനി നമുക്ക് മിക്സർ അങ്ങ് മാറ്റിയിട്ട് സ്പാച്ചില ഉപയോഗിച്ച് ചെയ്യാം. മൈദാമാവിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഈ മാവ് ഇതിലേക്കൊന്ന് അരിച്ച് ചേർക്കാം. ഇത് സ്പാച്ചില ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഹോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 25 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനുള്ള പാലൊന്ന് റെഡിയാക്കി എടുക്കാം. 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുങ്കുമപ്പൂ,
പാല് തിളയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ നന്നായിട്ട് ഇടം തിളയ്ക്കട്ടെ. 1/4 കപ്പ് ഫ്രഷ് ക്രീം, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇത് 250 ml ആയിരുന്നു നമ്മളെടുത്ത വിപ്പിംഗ് ക്രീം. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുത്താണ്. ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കാം. ഈ ഫോർക്ക് കൊണ്ട് ഹോളിടാം. നമ്മൾ കേക്ക് സോക്ക് ചെയ്യാൻ പോവുകയാണ് പാലൊഴിച്ച്. ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം. ഇതിൻ്റെ മുകളിലൊരു ഡിസൈൻ കൊടുക്കണം. അത് ഏത് വെച്ച് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഫോർക്ക് കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസൈൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഇതിന് 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പിസ്ത, ഇനി ഒരല്പം കുങ്കുമപ്പൂ, ഷുഗർ ബോൾസ്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. ഇതെല്ലാം ഇടണമെന്നൊന്നുമില്ല, ഒരു ഡെക്കറേഷൻ അത്രയേ ഉള്ളൂ. കയ്യിലുള്ളത് വെച്ച് ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ മിൽക്ക്, ഇത് സോക്ക് ചെയ്യാനായിട്ട്, കേക്ക് സോക്ക് ചെയ്യാൻ തയ്യാറാക്കി വെച്ചിരുന്ന മിൽക്ക്, എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക്? അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.